പെരുമ്പാവൂരിൽ ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശികളുടെ അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന് വ്യാപനം എന്നിവയ്ക്കെതിരെ ആയിരുന്നു ധർണ. ബുധനാഴ്ച വൈകിട്ട് സസ്യ മാർക്കറ്റിൽ നടന്ന പ്രതിഷേധം ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബംഗ്ലാദേശികളുടെ അനധികൃത കുടിയേറ്റം, മയക്കുമരുന്നുകളുടെ വ്യാപനം എന്നിവ പൂർണ്ണമായും തടയണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പെരുമ്പാവൂരിന്റെ ടൗണിൽ ഈ കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച് നാടിനെ ബോധ്യപ്പെടുത്താനും നാട്ടിലെ ജനങ്ങളെ ജാഗ്രതയോടുകൂടി നിലനിർത്താനും പോലീസ് സംവിധാനത്തിന് താക്കീത് നൽകാനും അതുപോലെ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബ്രഹ്മരാജ് സൂചിപ്പിച്ചതുപോലെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇന്ന് ഈ കേരളത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ യുവാക്കൾ ജോലിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് അകലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സാധാരണ ജോലിക്ക് വേണ്ടി ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നുമായി യുവാക്കൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. കേരളത്തിലെ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും അതിഥി തൊഴിലാളികളുടെ പുതിയ സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെട്ട പ്രദേശങ്ങളായിട്ട് മാറുകയാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണവും സൗകര്യങ്ങളും ലഭിക്കുന്ന സാഹചര്യം ആശങ്കാജനകമാണെന്നും ഇത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കും രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വ്യാപനത്തിനും വഴിയൊരുക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഏജൻസികൾ ജാഗ്രത ശക്തമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലും സമഗ്ര പരിശോധനകളും നടപടികളും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബി.ജെ.പി. എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം.എ. ബ്രഹ്മരാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ കെ.പി. രാജൻ, എൻ.പി. ശങ്കരൻകുട്ടി, ജനറൽ സെക്രട്ടറിമാരായ ഷാജി മൂത്തേടൻ, വി.കെ. ബസിത് കുമാർ, വൈസ് പ്രസിഡന്റ് പി. അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി അരുൺ, സംസ്ഥാന സമിതി അംഗങ്ങളായ ലതാ ഗംഗാധരൻ, അഗസ്റ്റിൻ കോലഞ്ചേരി, മണ്ഡലം പ്രസിഡന്റുമാരായ ലിഷ രാജേഷ്, രാകേഷ് കുറുപ്പമ്പടി എന്നിവർ പങ്കെടുത്തു. അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ അവരുടെ പേരിൽ വിളിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ അവര് നിരവധി കേസുകളിൽ പ്രതിയാണ്. അത്തരം പറയുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പെരുമ്പാവൂരിന്റെ കുറുപ്പമ്പടിയിൽ ഒരു നിഷാദ കേസ് ഉൾപ്പെടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം ആരംഭിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, അതിൽ കൂടെ അന്യരാജ്യ തൊഴിലാളികൾ കൂടെ പെരുമ്പാവൂരിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ്. അതോടനുബന്ധിച്ച് വ്യാപകമായ മദ്യവും മയക്കുമരുന്നായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷേ വി.ഡി. സതീശൻ സർക്കാർ വന്നപ്പോ പേരിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് വീഴ്ചെടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റിന്റെ പേരിൽ ഒരു സമരം ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് കൂടി യുവാക്കൾക്കും യുവതികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വില കുറഞ്ഞ മദ്യം എങ്ങനെ ടാക്സ് കുറച്ച് കിട്ടാമെന്ന് നിവേശനം നടത്തുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.